ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്ന ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ്. ഇതുപോലെ പാക്കറ്റ്സിൽ എഴുതിയിട്ടുണ്ടാവും, അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. 2 ടീസ്പൂണ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം ചെറിയ തരിയുള്ള ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റല്ല ചേർക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും ജസ്റ്റ് ബീറ്റ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പാല് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായി നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി മാവിനേക്കാളും ഒരു ഇച്ചിരി ലൂസായിട്ടാണ് നമ്മുടെ മാവ് വേണ്ടത്. അപ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് ഡബിൾ സൈസ് ആക്കുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ മുമ്പ് പിസ്സ ചെയ്യുമ്പോഴും അതുപോലെ കുബൂസ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഈസ്റ്റ് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കുക. അതുപോലെ ഈസ്റ്റിൻ്റെ വീര്യം അതനുസരിച്ചും അതുപോലെ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചൊക്കെ നമുക്ക് ടൈമിങ്ങിൽ മാറ്റം വരും പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാനുള്ള ആ ഒരു സമയം. അപ്പോൾ ചൂടുള്ള സ്ഥലത്ത് നോക്കിയിട്ട് തന്നെ വെക്കാൻ നോക്കുക. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കുക. ഇനി ഇത് നമ്മളിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുത്താൽ മതി. പക്ഷേ അതിനേക്കാളൊക്കെ നല്ല തിക്കായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് കനത്തോളം പരത്തിയാലും കുഴപ്പമില്ല. കുറച്ച് നല്ല കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. ഒരിത്തിരി മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് കനത്തിലാണ് പരത്തിയെടുത്തത്. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ തിക്നെസ് കൂടി വരും. ഇനി നമുക്കിത് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലുള്ള ഡോണറ്റ് കട്ടർ ഇല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. വലിയൊരു മൂടിയും അതുപോലെ നടുക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു മൂടിയും വെച്ചിട്ട് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ബാലൻസുള്ള മാവ് ഒന്നും കൂടെ പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു ട്രേയിലോട്ട് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ടിത് മെല്ലെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പരത്തി കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു അളവിൽ ഒരു മീഡിയം സൈസിലുള്ള ഡോണറ്റ് ആണെങ്കിൽ ഒരു 12 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എണ്ണയുടെ ചൂടനുസരിച്ച് ഇടയ്ക്ക് ലോ ഫ്ലെയിമിലാക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത്. ഒരു സൈഡ് മൊരിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. ഞാൻ മുമ്പും ഡോണറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ലിങ്ക് ചോദിക്കാറുണ്ട് പേഴ്സണലി വന്നിട്ട്. കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക.
നല്ല സോഫ്റ്റായിട്ടുള്ള ഡോണറ്റാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷുഗർ പൗഡർ സ്പ്രെഡ് ചെയ്തിട്ടോ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.